എന്നെ ചതിച്ചാണ്, എന്നെ ചതിച്ചല്ലോ. എല്ലാം കേരള സർക്കാർ എന്നെ ചതിച്ചു, അങ്ങ് ചതിക്കുഴിയിൽ വീഴ്ത്തി. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പോലീസ് അന്വേഷണം ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല. അവർ എല്ലാ സമ്മർദ്ദത്തിലും അടിമപ്പെട്ട്, ആ പോലീസ് ഉദ്യോഗസ്ഥന് അടിമപ്പെട്ട് അത് അന്വേഷണം അട്ടിമറിച്ചു. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് CBI അന്വേഷണം തരാം, ഇപ്പോൾ തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു 10-15 ദിവസം 20 ദിവസം പറഞ്ഞ് അതെന്നെ പറഞ്ഞു പറ്റിച്ചു. കേരളത്തിലെ ജനങ്ങൾ സഹികെട്ട് കിടക്കുകയാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഓ, ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. ഡൽഹിക്ക് കൊടുക്കാനുള്ള സാധനം കൊച്ചിക്ക് കൊടുത്തു, കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു എന്നും പറഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു പറ്റിച്ചു. അത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു പറ്റിച്ചു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ്, കോൺഫറൻസ് ഹാൾ, ഇത് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുക ഈ ആഭ്യന്തര മന്ത്രാലയം. ശരിക്കും പറഞ്ഞാൽ എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? അപ്പോൾ ഞാൻ ഈ കുരങ്ങനെ പോലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമില്ലല്ലോ. ഞാൻ അതിന് കൃത്യമായിട്ട് ഞാൻ ഇടപെട്ടേ പറ്റുള്ളൂ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. അക്ഷയ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന അവയം പ്രാപിച്ച് കിടക്കുന്ന അക്ഷയ്, അവനെ തുറന്നുകൂടി. എന്തിനാ MM മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ആർഷോ, എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. എന്തിനാ വരുന്നത്? ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. അപ്പോൾ 8 മാസം കൊണ്ട് എൻ്റെ മകനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോഴേ ആർഷോ ചേട്ടൻ നോക്കി നിരസിക്കുകയില്ലേ? അപ്പത്താ തട്ടിപ്പാണല്ലേ. നീ എന്തുടക്കീടോടാ ആണല്ലേ. മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ SFI എന്നുള്ള ഈ നക്സൽ തീവ്രവാദികൾ ചെയ്തിരിക്കുന്നത്. ഈ രാഷ്ട്രീയം ടൗസർ ഇട്ട് നടക്കാൻ തുടങ്ങി. അല്ല, ആർക്കും ആർഷോ ചേട്ടനാണെങ്കിലും ആർക്കും വലിയ കൊമ്പൊന്നുമില്ല. എല്ലാവരും ഇവിടെ ജീവിക്കേണ്ടവരാ. കേരളത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ. എന്നെ തൊട്ടാൽ ഈ കോലാലംപൂരി എരിയും. അവരുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇത് അന്വേഷിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ അവസാനം കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തത് അവനായിരിക്കും. ഇവനാ ഈ വൃത്തികെട്ടവനാ എല്ലാത്തിനും കാരണക്കാരൻ. അവനൊക്കെ മാവോയിസ്റ്റിന് ഇത് കിട്ടിയിട്ടുള്ളതാ, ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാ. അങ്ങനെയുള്ള ആൾക്കാരാ. മാനം മര്യാദയ്ക്ക് 4 ലക്ഷം പഠിച്ച് രക്ഷപ്പെടേണ്ട പിള്ളേരെ നശിപ്പിക്കാനായിട്ട് എല്ലാ നാട്ടിലുണ്ടാവും കുറെ വേലയും കൂരില്ല തലവലാദികൾ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനേ.